ഈ കടുവ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന സ്ഥലം തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്നാണ്. ബേഗൂർ വനമേഖലയിൽ കടുവയുണ്ട് എന്നാണ് ഇപ്പോൾ വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. എത്രയും വേഗം കടുവ പിടിയിലാകുമെന്നാണ് പ്രതീക്ഷയെന്നും DFO വ്യക്തമാക്കുന്നു. ജനവാസ മേഖലയിൽ ഇന്ന് രണ്ടിടത്ത് കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു. DFOയുടെ പ്രതികരണത്തിലേക്ക്. 5 ടീമുകൾ അതിനുപരിയായിട്ട് ട്രാക്കിംഗ് ടീമിനെ ഹെൽപ്പ് ചെയ്യാനുള്ള സപ്പോർട്ടിംഗ് ടീമൊക്കെ ആയിട്ട് ഒരു വലിയ ഏരിയ തന്നെ നമ്മളിന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഈ വലിയ ഏരിയയിൽ തന്നെ നമ്മൾ നാട്ടിലേക്കുള്ള പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ കാട്ടിലേക്കുള്ള പ്രദേശങ്ങളും ഇതിൻ്റെ ചവിട്ടടി നോക്കി തന്നെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു വളരെ അടുത്ത് നിന്നും നമുക്ക് മീൻസ് ഇതിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് വളരെ അടുത്ത് നിന്നും ഇതുവരെയുള്ള ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ അടുത്ത് നിന്നും നമുക്കിതിനെ ഒരു ട്രാക്ക് ചെയ്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഉടൻ തന്നെ നമ്മുടെ ഉദ്യമത്തിന് ഒരു ഫലം കാണുമെന്നുള്ളത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. വിപിൻ സി വിജയൻ കൂടുതൽ വിവരങ്ങളുമായിട്ട്. വിപിൻ, കടുവ എവിടെയുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. എത്ര സമയം കാത്തിരിക്കേണ്ടി വരും കടുവയെ പിടികൂടാൻ സാധ്യമായി? പ്രത്യേകിച്ചും രാത്രിയായിരിക്കുന്നു. എങ്ങനെയാണ് വനംവകുപ്പിൻ്റെ ഈ ഒരു ദൗത്യം പുരോഗമിക്കുന്നത്? ദിവേഷ്, കുറുക്കൻമൂലയിലുള്ളവരെ സംബന്ധിച്ച് അല്പമെങ്കിലും ആശ്വാസകരമായ വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്ന് രാവിലെ കടുവയുടെ കാൽപ്പാടുകൾ 2 സ്ഥലത്താണ് കണ്ടത്. അതിനുശേഷം ഈ ബേഗൂർ റിസർവ് വനത്തോട് ചേർന്നുള്ള ഭാഗത്തേക്ക് കടുവ പോയി എന്നുള്ളതായിരുന്നു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാ ടീമുകളും, ഈ ട്രാക്കിംഗ് ടീം ഉൾപ്പെടെയുള്ളവർ ആ ഒരു പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു ഇന്ന് തിരച്ചിൽ നടത്തിയത്. അതിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കടുവ എവിടെയുണ്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചിരിക്കുന്നു, അതിൻ്റെ ഒരു താവളം കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. ഇന്നത്തെ ഈ ഒരു തിരച്ചിലിൽ വലിയ രീതിയിലുള്ള ഒരു പുരോഗതി ഉണ്ടായിരിക്കുന്നു. തലനാരിഴയ്ക്കാണ് അതിനെ വെടിവെക്കുന്നതിൽ നിന്ന്, അതിനെ വെടിവെക്കുന്നതിൽ നിന്ന് അത് രക്ഷപ്പെട്ടത്. ഉടൻ തന്നെ പിടിയിലാകുമെന്നും ഏത് സ്ഥലത്താണ് അതിനെ ഒരു ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് DFO വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തന്നെ ആ ശുഭകരമായ വാർത്ത പുറത്തു വരും എന്നുള്ളതും DFO പറയുന്നു. ഇന്ന് കൂടുതലായും ആ ഒരു പ്രദേശത്ത് രാവിലെ മുതൽ തന്നെ വ്യാപകമായിട്ടുള്ള ഒരു തിരച്ചിൽ നടത്തിയതുകൊണ്ട് ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ആയിട്ട് തന്നെ അതിനെ പിടികൂടാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഒപ്പം 3 ദിവസമായി അത് വളർത്തുമൃഗങ്ങളെ ഒന്നും തന്നെ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വിശന്ന് ഇന്ന് പുറത്തേക്ക് ഇറങ്ങാൻ, ഈ കാട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു പ്രദേശത്തുള്ള എല്ലാ തൊഴുത്തിനു മുൻപിലും തീയിടുകയോ അല്ലെങ്കിൽ ലൈറ്റ് ഫിറ്റ് ചെയ്യുകയോ ചെയ്യണം എന്നുള്ളത് ആ ഒരു നിർബന്ധവും വനം വകുപ്പ് പറയുന്നുണ്ട്. കൂടുതലായും ഇന്ന് രാത്രിയോടുകൂടി തന്നെ അത് പുറത്തിറങ്ങാനുള്ളൊരു സാധ്യതയുണ്ട്. ആ ഒരു പ്രദേശം ആകമാനം തന്നെ വനപാലകർ ഇപ്പോൾ വളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് പകൽ സമയത്താണ് കാൽപ്പാടുകൾ കണ്ട എന്നുള്ളതൊരു ആശങ്കയുണ്ടെങ്കിലും ഇന്ന് വൈകുന്നേരം ഇതിനു മുൻപില്ലാത്ത വിധമുള്ള ഒരു ആത്മവിശ്വാസം വനപാലകരുടെ ഭാഗത്തുണ്ടായിരുന്നു. ഇതുവരെ ഈ കടുവ എവിടെയാണ് അല്ലെങ്കിൽ ഏത് ഭാഗമാണെന്ന് പോലും തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ ഇന്നത് കൃത്യമായി ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഈ സമയത്ത് വ്യക്തമാക്കുന്നത്. ദിവേഷ്, വിപിൻ, ഇനി ഈ മയക്കുവെടി വെക്കുക എന്നത് തന്നെയല്ലേ, അല്ലാതെ കൂട്ടിൽ അകപ്പെടുത്താനുള്ള ഒരു സാഹചര്യമൊന്നും ഇനിയില്ലല്ലോ? ഈ വനത്തിനകത്തേക്ക് കയറിയതിന് ശേഷം ഇനി മയക്കുവെടി വെക്കുക മാത്രമാണ് മുന്നിലുള്ളൊരു വഴി. കാരണം 5 കൂടുകളാണ് പല സ്ഥലങ്ങളിലായി സ്ഥാപിച്ചിരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് കൂടി പല ദിവസങ്ങളിലും പോയി എന്നുണ്ടെങ്കിലും ഈ കൂട്ടിൽ അകപ്പെട്ടില്ല, ഈ കെണിയിൽ എവിടെയും അകപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ മയക്കുവെടി വെക്കുക എന്നുള്ളതിലേക്ക് എത്തിയിരുന്നു. 3 ടീമുകളാണ് ഈ മയക്കുവെടി സംഘമുള്ളത്. അതിൽ ചീഫ് വെറ്ററിനറി സർജനായിട്ടുള്ള അരുൺ സഖയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ബേഗൂർ റിസർവ് മേഖലയിലേക്ക് കയറിയിരുന്നു. അതിനുശേഷമുള്ള ഒരു തിരച്ചിലാണ് ഇപ്പോൾ ഏകദേശം കടുവ എവിടെയുണ്ടെന്ന് മനസ്സിലായിരിക്കുന്നു. അതിനെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത് ഇപ്പോൾ ഈ മയക്കുവെടി വെക്കുന്നതിൽ നിന്ന്. അപ്പോൾ അധികം വൈകാതെ തന്നെ അതിന് സാധിക്കുമെന്നൊരു പ്രതീക്ഷ കൂടിയുണ്ട്. ഒപ്പം ഈ കടുവ പരിക്ക് പറ്റിയതാണ്, അതുകൊണ്ട് അവശനായിരിക്കും, അതുകൊണ്ട് വേഗം പിടിയിലാകുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ വനപാലകരുടെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മുൻപിലുള്ളത്. അത് അധികം വൈകില്ല എന്നുള്ളൊരു ശുഭസൂചന കൂടി ഇപ്പോൾ വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്.